ഫ്രണ്ട്സ്, വെൽക്കം ടു ജികോം പി എസ് സി ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഫയർമാൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കാണാത്തവർ വളരെ പെട്ടെന്ന് തന്നെ കാണാം. എക്സാമിലോട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അധികം സമയം നമുക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഞങ്ങളിവിടെ സോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? ഓക്കെ, അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫാക്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിങ്ങനെ തന്നെ ചോദ്യം വരാം. അപ്പോൾ കൃത്യമായി ഇതിൻ്റെ ഉത്തരം എന്താ? ഡി ആണ് ഉത്തരം. ഡി. 21% അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവെന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കുക. 21%. ഓക്കെ, സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ്. ഓക്കെ, നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഓരോ തവണയും നമ്മൾ അകത്തോട്ട് എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവാണ്. എന്താണ് വായുവിന്റെ അളവ്? ടൈഡൽ വോളിയം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ തവണയും ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴും ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സേൽ ചെയ്യുമ്പോഴും നമ്മൾ അകത്തോട്ട് എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവ്, ഇതിനെ പറയുന്നത് എന്താ? ടൈഡൽ വോളിയം. ഓക്കെ, നെക്സ്റ്റ്, രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ്. രക്തം കട്ടപിടിക്കുന്നത് ഏതാ? നമ്മളെപ്പോഴും എല്ലാത്തിലും നോർമൽ പി എസ് സി എക്സാമിലെല്ലാം വരുന്ന ചോദ്യമാണ്. ഏതാ? സി ആണ് ഉത്തരം. വൈറ്റമിൻ കെ. കെ കട്ട, അങ്ങനെ ഓർത്തേക്കുക. രക്തം കട്ടപിടിക്കാൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ കെ ആണ്. കെ. എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏതാണ്? എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏതാണ്? ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഏതാ നമ്മുടെ എമർജൻസി ഹോർമോൺ? അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ റഷ് എന്നുള്ളത് നിങ്ങൾ പറയാറില്ലേ? അഡ്രിനാലിൻ കയറി, അഡ്രിനാലിൻ കത്തി നിൽക്കുക എന്നൊക്കെ പറയാറില്ലേ? സോ നമ്മുടെ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 21%. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിക്കണം. ബാക്കി അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാ? ഇതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആരാ? നൈട്രജൻ ആണ്. നൈട്രജന്റെ അളവ് എത്രയാണ്? 78% അന്തരീക്ഷ വായുവിൽ. 78%. ഓക്കെ, അപ്പോൾ നൈട്രജൻ 78% ഉണ്ട്. ഓക്സിജൻ 21%, 20.94, അതായത് നിയർലി 21% ഓക്സിജൻ ഉണ്ട്. പിന്നെ എത്രയും ബാക്കിയുള്ളത്? 78% നൈട്രജനായി, 21% ഓക്സിജനുമായി, പിന്നെ ഒരു ശതമാനമൊക്കെയല്ലേ ബാക്കിയുള്ളൂ. അതിലാണ് എന്തുള്ളത്? നമ്മുടെ ബാക്കിയുള്ള വാതകങ്ങളൊക്കെ ഉള്ളത്. നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നോക്കിയാൽ എത്രയുള്ളത്? 0.037% ഉള്ളൂ. ഓക്കെ, വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ കമ്പയർ ടു നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ഥാനം കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതിന് കാർബൺ ഡൈ ഓക്സൈഡിന് താഴെയാണ് ആര്? നിയോൺ, ഹീലിയം, മീഥേൻ, ക്രിപ്റ്റൺ എന്നീ സാധനങ്ങളൊക്കെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മുകളിലാണ് ആര്? ആർഗൺ ഉള്ളത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ഒരല്പം കൂടുതൽ ആരുണ്ട്? ആർഗൺ ഉണ്ട്. ആർഗൺ. ഈ ക്രമം നിങ്ങളൊന്ന് ഒരു ആദ്യത്തെ 4 എണ്ണമെങ്കിലും കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ടൈഡൽ വോളിയം. എന്താ ടൈഡൽ വോളിയം? സാധാരണഗതിയിൽ നാം ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണെന്ത്? ടൈഡൽ വോളിയം. ഓക്കെ, നമ്മൾ നോർമലി നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇൻഹേൽ ചെയ്യുകയും എക്സേൽ ചെയ്യുകയും ചെയ്യുമ്പോൾ എടുക്കുന്ന വായുവിന്റെ അളവ്, ഇതാണ് എന്ത്? ടൈഡൽ വോളിയം. സിമ്പിൾ ആണല്ലോ. ടൈഡൽ വോളിയം അങ്ങനെ തന്നെ പഠിച്ചേക്കുക. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഓപ്ഷൻസിൽ കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ടില്ലേ? അപ്പൊ അതുകൂടി നമുക്കൊന്ന് നോക്കാം. എന്താ? റെസിഡ്വൽ വോളിയം. എന്താ റെസിഡ്വൽ വോളിയം? നാം പരമാവധി വായു ശക്തിയായി പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം, ഓക്കെ, നമ്മൾ മാക്സിമം നമ്മൾ അകത്തുള്ള വായുവിനെ പുറത്തോട്ട് കളഞ്ഞു, എന്നാലും പൂർണ്ണമായിട്ട് പോവോ? ഇല്ല. ശ്വാസകോശത്തിനുള്ളിൽ ബാക്കിയാവുന്ന വായുവിന്റെ അളവ് നമ്മൾ മാക്സിമം ഫോഴ്സ് കൊടുത്ത് നമ്മളെ എക്സൈൽ ചെയ്ത് നമ്മൾ വായുവിനെ പുറത്തോട്ട് കളഞ്ഞു, എന്നാലും അത് പൂർണ്ണമായിട്ട് പോവോ? ഇല്ല. പിന്നെയും ബാക്കി ഉണ്ടാവില്ലേ? അതിനെയാണ് എന്ത് പറയുന്നത്? റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസിഡ്വൽ വോളിയം. ഓക്കെ, ഇതിനെയാണ് റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാക്സിമം എക്സൈൽ ചെയ്ത് ബാക്കി വരുന്ന വായു, കുറച്ച് അവിടെ ബാക്കി ഉണ്ടാവുമല്ലോ, ആ വായുവാണ് എന്ത്? റെസിഡ്വൽ വോളിയം. ഇതിന്റെ പ്രാധാന്യം എന്താ? ശ്വാസകോശങ്ങൾ ഒട്ടിപ്പോകാതെ നിലനിർത്താൻ ഈ വായു സഹായിക്കുന്നു. കാരണം ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തോട്ട് കളയാൻ കഴിയില്ല. ഇതവിടെ നമ്മുടെ ശ്വാസകോശത്തിൽ തന്നെ ഉണ്ടാവും. ശ്വാസകോശങ്ങൾ ഒട്ടിപ്പോകാതെ, കൊളാപ്സ് ആയി പോകാതെ നിലനിർത്താൻ ഈ വായു സഹായിക്കുന്നു. ഇപ്പോൾ ടൈഡൽ വോളിയം പഠിച്ചു, റെസിഡ്വൽ വോളിയം പഠിച്ചു. നെക്സ്റ്റ് എന്താ? വൈറ്റൽ കപ്പാസിറ്റി എന്താ? പരമാവധി വായു അകത്തോട്ട് എടുത്ത ശേഷം
ഏറ്റവും ശക്തിയായി പുറത്തേക്ക് വിടാൻ കഴിയുന്ന വായുവിന്റെ ആകെ അളവാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി. അതായത് നിങ്ങൾ മാക്സിമം ബ്രീത്ത് എടുത്തു, ഒരു ലോങ് ബ്രീത്ത് എടുത്തു, നിങ്ങളൊരു യോഗ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ രാവിലെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ ബ്രീത്ത് എടുത്തു, അതിനുശേഷം എന്താ ശക്തിയായി പുറത്തോട്ട് വിട്ടു. ഏറ്റവും ശക്തിയായി നിങ്ങൾക്ക് പുറത്തോട്ട് എത്ര വിടാൻ സാധിക്കും? ഈ മാക്സിമം ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ശക്തിയായി പുറത്തേക്ക് വിടാൻ കഴിയുന്ന വായുവിന്റെ അളവാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ, ഈ 3 ടേംസ് നിങ്ങൾ മറന്നു പോകാതെ പഠിക്കുക. ക്വസ്റ്റ്യനിൽ ടൈഡൽ വോളിയം വന്നതുകൊണ്ട് നെക്സ്റ്റ് ചോദ്യം ചിലപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി ആയിരിക്കും. കഴിഞ്ഞ വർഷം ടൈഡൽ വോളിയാണ് ചോദിച്ചത്, ചിലപ്പോൾ റെസിഡ്വൽ വോളിയം ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിന്റെ മൊത്തത്തിലുള്ള കരുത്തിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി നമ്മുടെ ശ്വാസകോശത്തിന്റെ കരുത്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കുക. ക്ലിയർ അല്ലേ? ഇത് 3 നിങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമുക്കിനി നോക്കേണ്ടത് സ്നേക്ക് ബൈറ്റിനെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. പാമ്പ് കടിയേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾവേസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ ഉൾപ്പെടുന്നതാണോ ചോദിച്ചിരിക്കുന്നത്, ഉൾപ്പെടാത്തതാണോ, വേണ്ടതാണോ, വേണ്ടാത്തതാണോ, ഇത് നിങ്ങൾക്ക് എപ്പോഴും തെറ്റിപ്പോവാം. നിങ്ങൾ ചിലപ്പോൾ ആ എക്സാമിന്റെ ടെൻഷനിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ വായിച്ച് ഉൾപ്പെടുന്നതാണ് ചോദിച്ചത്, ശരി ടിക്ക് കൊടുത്ത് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എക്സാം എഴുതുമ്പോൾ. അതുകൊണ്ട് എപ്പോഴും പറയുന്നത് നിങ്ങൾ ആദ്യം ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യുക, അതിനുശേഷം മാത്രം ക്വസ്റ്റ്യൻ ബാക്കി വായിക്കുക. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ. ഓക്കെ, എന്താ ഉൾപ്പെടാത്തത്? അടിയന്തരമായി ആന്റിവെനം കുത്തിവെക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. അത് ശരിയല്ലേ? ഉൾപ്പെടുന്നതല്ലേ? ഉൾപ്പെടുന്നതാണ്. കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിൽ നിന്നും താഴ്ത്തി വെക്കുക. അതും ശരിയാണ്. എന്തിനാ? നമ്മളെ ബ്ലഡിന്റെ ഓട്ടം കുറക്കാൻ വേണ്ടിയിട്ടാണ്. നടക്കാൻ അനുവദിക്കുക. അത് ശരിയാണോ? പാമ്പ് കടിയേറ്റ ആളെ നടക്കാൻ അനുവദിക്കൂ? ഇല്ല, തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? 3 മാത്രമാണ്. ഉൾപ്പെടാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത്? ബി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ. പാമ്പിന്റെ പല്ലുകൾ ഇറങ്ങിയതിന്റെ പാടുകൾ ഉണ്ടാവില്ലേ? പാമ്പ് കടിച്ചാൽ എന്തായാലും അവിടെ പാടുണ്ടാവുമല്ലോ? ഉണ്ടാവും. കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും ഇതും ഉണ്ടാവും. മനംപുരട്ടലും ഛർദിയും ഇതും ഉണ്ടാവും. ഇത് എല്ലാം ശരിയാണ്. ഡി ആണ് ഉത്തരം. മേൽ കാണിച്ചിരിക്കുന്നവ എല്ലാം. ഓക്കെ, പാമ്പ് കടീനെ പറ്റി കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലക്ഷണങ്ങൾ എന്തൊക്കെയാ? ഞാനിപ്പോൾ പറഞ്ഞു. കടിയേറ്റ ഭാഗത്ത് പല്ലിന്റെ പാടുകൾ, കടുത്ത വേദന, നീർവീക്കം ഇതൊക്കെ ഉണ്ടാവും. നോക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? രോഗിയെ ശാന്തനാക്കുക. ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ രോഗിയെ പേടിക്കേണ്ട. പേടിച്ചു കഴിഞ്ഞ് കൂടുതൽ BP കൂട്ടി കൂടുതൽ അപകടം ഉണ്ടാക്കണ്ട. അപ്പോൾ നമ്മൾ അവരെ പെട്ടെന്ന് കാമാക്കുക. രോഗിനെ നമ്മൾ ശാന്തനാക്കാൻ ശ്രമിക്കുക. ഭയപ്പെട്ടാൽ എന്ത് ചെയ്യും? രക്തയോട്ടം കൂടി വിഷം വേഗത്തിൽ പടരും. അപ്പോൾ അവരെ ശാന്തനാക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ത് ചെയ്യുക? കടിയേറ്റ ഭാഗം നിരപ്പിന് താഴെയായി താഴ്ത്തി വെക്കുക. ഓക്കെ, ഹൃദയനിരപ്പിന് താഴെയായിട്ട് താഴ്ത്തി വെക്കുക കടിയേറ്റ ഭാഗം. ഓക്കെ, ഉയർത്തി വെക്കാൻ പാടില്ല, ബ്ലഡിന്റെ ഇത് കൂടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് എന്താ? ആഭരണങ്ങൾ, വാച്ച് ഇതെല്ലാം ഊരി മാറ്റുക. ഉടൻ ആന്റിവെനം ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക. ആന്റിവെനം ലഭ്യമായ ആശുപത്രിയിൽ മാക്സിമം നമുക്ക് എത്ര അടുത്ത് ഏതാണോ ഉള്ളത് അവിടെ ഏറ്റവും പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു പാമ്പ് കടിയേറ്റ ആളെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങളൂടി നോക്കാം. എന്താ? മുറിവ് കീറാനോ വായ കൊണ്ട് വിഷം വലിച്ചെടുക്കാനോ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും അവിടെ നിന്ന് വലിയ പാമ്പാട്ടിയാവാൻ പാടില്ല. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കാനൊന്നും ആരും ശ്രമിക്കാൻ പാടില്ല. വായ കൊണ്ട് കീറാനോ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ വിഷം വലിച്ചെടുക്കാനോ ഇതൊന്നും ശ്രമിച്ചേക്കരുത്. ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും നിങ്ങൾ കാണിക്കാൻ പാടില്ല. രക്തയോട്ടം പൂർണ്ണമായി തടയുന്ന രീതിയിൽ മുറുക്കി കെട്ടരുത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് തുണിയെടുത്ത് ഇപ്പോൾ മുറിവ് വന്ന കണ്ട ഭാഗത്തിന് മുറുക്കി കെട്ടാൻ പാടില്ല. രക്തയോട്ടം പൂർണ്ണമായിട്ട് തടയുന്ന രീതിയിൽ മുറുക്കി കെട്ടാനും പാടില്ല. ഓക്കെ 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 അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്ത കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പൊള്ളലിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. പൊള്ളലിനെ പറ്റി. ശരീരത്തിൽ പൊള്ളൽ ഏറ്റത് മൂലം ഉണ്ടാകുന്ന കുമിളകൾ, ബ്ലിസ്റ്റേഴ്സ് അടിയന്തരമായി പൊട്ടിച്ച് കളയണം. അതായത് നമ്മൾ മുറിവിൽ നമുക്ക് ശരീരത്തിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അവിടെ കുമിള പോലെ വരുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഇതൊന്ന് അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കുമിള വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അടിയന്തരമായിട്ട് പൊട്ടിച്ച് കളയണോ? പൊട്ടിച്ച് കളയാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? അണ്ടർലൈൻ ചെയ്യാൻ മറന്നു. ശരിയല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ശരിയല്ല എന്ന് കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. ഉത്തരം കിട്ടി. ഓക്കെ,
എ ആണ് ഉത്തരം, എ. ഓക്കെ. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇവിടെയും ചോദിച്ചിരിക്കുന്നത് എന്താ? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത്. പൊള്ളലേറ്റ ഭാഗത്തുണ്ടാകുന്ന കുമിളകൾ പൊട്ടിക്കരുത്. അത് ശരിയാണ്. കുമിള പൊട്ടിക്കാൻ പാടില്ല. പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രം ഉരുകിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യരുത്. അതും ശരിയാണ്. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം. അത് തെറ്റാണ്. പൊള്ളലേറ്റ ഭാഗം തുണി ഉപയോഗിച്ച് കെട്ടിവെക്കാൻ പാടില്ല. ശരിയല്ലാത്തല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഏതാ? ബി ആണ്. 3 ഓൺലി ആണ് ശരിയല്ലാത്തത്, ബി. ഈ കുമിള പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുമിള എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഒരു നാച്ചുറൽ ഡിഫൻസ് ആണ് ഈ കുമിള. അതായത് നമ്മുടെ ഈ ഒരു പൊള്ളലേറ്റ് ആ ഭാഗത്ത് സെൽസ് നശിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇൻഫെക്ഷൻ പുറത്തു നിന്ന് ഉണ്ടാവാതിരിക്കാനുള്ള ശരീരത്തിന്റെ ഒരു നാച്ചുറൽ ഡിഫൻസ് ആണ് എന്ത്? അവിടെ ആ ഒരു കുമിള ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഈ കാണുന്ന ബോർഡ് പോലെ വരുന്ന കുമിളേനെ നമ്മൾ വെറുതെ പൊട്ടിച്ച് കളയാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പൊട്ടിച്ച് കളയാനോ അതും ഇതൊക്കെ എടുത്ത് പുരട്ടാനോ പാടില്ല. അത് ശരീരത്തിന്റെ ഒരു നാച്ചുറൽ ഡിഫൻസ് ആണ് എന്ത്? ഈ കുമിള എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തതാണ്. ഉൾപ്പെടാത്ത പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ. ഓക്കെ. ബോധമുള്ള വ്യക്തിയാണെങ്കിൽ കുടിക്കുവാനായി ധാരാളം ജലം കൊടുക്കുക. ഓക്കെ. പൊള്ളലേറ്റ വ്യക്തിക്കാണ്. പൊള്ളലേറ്റ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക. പൊള്ളലേറ്റ ഭാഗത്ത് ലോഷൻ, ഡെറ്റോൾ എന്നിവ ഉപയോഗിക്കുക. ലോഷൻ, ഡെറ്റോളും പൊള്ളലേറ്റ ഭാഗത്ത് ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടില്ല. ഉത്തരം എന്താണ്? ബി ആണ് ഉത്തരം, ബി. ഓക്കെ. പൊള്ളലുകൾ, ബേൺസ് ആൻഡ് സ്കാൾസ്. എന്താണ് ബേൺസ്? ബേൺ എന്ന് പറഞ്ഞാൽ തീപ്പൊള്ളലാണ്. തീപ്പൊള്ളൽ അതായത് ഉണങ്ങിയ ചൂട്, തീ, ഷോക്ക് ഇത് മൂലം ഉണ്ടാകുന്ന പൊള്ളലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബേൺസ്, തീ, ഷോക്ക് മൂലം ഉണ്ടാകുന്നത്. സ്കാൾസ് എന്താ? തിളച്ച വെള്ളം, നീരാവി എന്നിവ മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? സ്കാൾഡ് അഥവാ നനഞ്ഞ ചൂട്. ഒന്ന് നനഞ്ഞ ചൂടും ഒന്ന് ഉണങ്ങിയ ചൂടും. ഓക്കെ. ഈ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബേൺസ് ആൻഡ് സ്കാൾസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. അപ്പൊ പൊള്ളലിന്റെ ആഴം അനുസരിച്ച് നമ്മൾ ഇതിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. ശരീരത്തിലെ പൊള്ളലിന്റെ ആഴം അനുസരിച്ച് ഈ ഡിഗ്രികളെ, ബേൺസിനെ സ്കാൾസിനെ നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്. എന്താ? ഫസ്റ്റ് ഡിഗ്രി എന്താ? ചർമ്മത്തിന്റെ പുറംഭാഗത്ത് മാത്രമുള്ള പൊള്ളലാണെന്ത്? ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ. ചെറിയൊരു പൊള്ളൽ നമ്മുടെ ശരീരത്തിന്റെ പുറത്ത്. എക്സാമ്പിൾ ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൺബേൺ. ഓക്കെ. ചെറിയൊരു സൺബേൺ പറ്റി നമ്മുടെ പുറത്തുള്ള നമ്മുടെ ത്വക്കിനെ മാത്രമേ അത് ബാധിച്ചുള്ളൂ. ചർമ്മത്തിന്റെ പുറംഭാഗത്തിനെ മാത്രമേ ബാധിച്ചുള്ളൂ. ഇതെന്താണ്? ഈ കാറ്റഗറി പ്രകാരം ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് കാറ്റഗറി ചെയ്യും. ഫസ്റ്റ് ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രി എന്താ? നമുക്ക് കുറച്ചുകൂടി ആഴത്തുള്ള പൊള്ളലായിരുന്നു. നമുക്ക് കുമിളകൾ വന്നു. ഓക്കെ. കുമിളകൾ വന്നു, ആ ഭാഗത്തെ സെൽസ് നശിച്ചിട്ടുണ്ട്. അവിടെ കുമിളകൾ വന്ന് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ നിൽക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി. ഓക്കെ. തേർഡ് ഡിഗ്രി എന്താ? തേർഡ് ഡിഗ്രി ആഴത്തിലുള്ള പൊള്ളൽ. ചർമ്മത്തിന്റെ എല്ലാ പാളികളെയും ബാധിക്കുന്ന തരത്തിലുള്ള ആഴത്തിലുള്ള പൊള്ളലാണെന്ത്? തേർഡ് ഡിഗ്രി പൊള്ളൽ. പേശികൾ, നാഡികൾ, അസ്ഥികൾ എന്നിവയ്ക്ക് വരെ കേടുപാടുകൾ സംഭവിക്കാം. അതായത് അത്യാവശ്യം ആഴത്തിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു പൊള്ളലിനെയാണ് നമ്മൾ തേർഡ് ഡിഗ്രി ആയിട്ട് കാറ്റഗറി ചെയ്യുന്നത്. ഈ 3 കാറ്റഗറി ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ചർമ്മത്തിന്റെ പുറംഭാഗത്ത് മാത്രമുള്ള ഒരു പൊള്ളലാണ്. സെക്കൻഡ് ഡിഗ്രി കുറച്ചുകൂടി ഡീപ്പാണ്, ശരീരത്തിൽ കുമിളകളൊക്കെ വരും. തേർഡ് ഡിഗ്രി ആണെങ്കിലോ വളരെ ആഴത്തിലുള്ള നമ്മുടെ പേശികളെയും നാഡികളെയും അസ്ഥികളെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള പൊള്ളലാണെന്ത്? തേർഡ് ഡിഗ്രി പൊള്ളൽ. ഓക്കെ. ക്ലിയർ അല്ലേ? അതേപോലെ നിങ്ങൾ ഇങ്ങനെ ഒരു ടേം കേട്ടിട്ടുണ്ടാവും, ഫ്രോസ്റ്റ് ബൈറ്റ്. എന്താ? അധികം ചൂട് പോലെ തന്നെ പ്രശ്നമാണ് എന്ത്? അധികം തണുപ്പും. അപ്പൊ അതിശൈത്യം മൂലം നമ്മുടെ കോശങ്ങൾ നശിച്ചു പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രോസ്റ്റ് ബൈറ്റ്. ഓക്കെ. ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. ഒരു ടേം കൂടി പഠിച്ചേക്കുക, റൂൾ ഓഫ് നൈൻസ്. എന്താ റൂൾ ഓഫ് നൈൻസ്? ശരീരത്തിന്റെ എത്ര ഭാഗം പൊള്ളലേറ്റു എന്ന് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണെന്ത്? റൂൾ ഓഫ് നൈൻസ്. ഓക്കെ. അതായത് ശരീരത്തിന്റെ ഇന്ന ഭാഗങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണക്കിൽ നമ്മൾ ശരീരത്തിന്റെ ഇപ്പൊ 80% പൊള്ളലേറ്റിട്ടുണ്ട്, 50% പൊള്ളലേറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കാറ്റഗറി റൂൾ ഓഫ് നൈൻസ് വെച്ചാണ് എത്ര ഭാഗം പൊള്ളലേറ്റു എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. ആ ഒരു ടേം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, റൂൾ ഓഫ് നൈൻസ്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്തൊക്കെ ചെയ്യാം? സ്റ്റോപ്പ്, ഡ്രോപ്പ് ആൻഡ് റോൾ. ഒരാളുടെ വസ്ത്രത്തിൽ തീപിടിച്ചാൽ ഓടരുത്. ഇതൊക്കെ നിങ്ങൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ തീപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അയാളുടെ പെട്ടെന്നുള്ള മാനസികാവസ്ഥയിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഓടും. പക്ഷെ നമ്മൾ എന്ത് വേണം? വസ്ത്രത്തിൽ തീപിടിച്ച് കഴിഞ്ഞാൽ ഓടാൻ പാടില്ല. ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
തീ കൂടുതൽ കത്തും, തീയാളി പടരും. മാക്സിമം നിലത്ത് കിടന്ന് ഉരുളാൻ ശ്രമിക്കുക. നിലത്ത് കിടന്ന് ഉരുളുകയാണ് വേണ്ടത്. ഇതൊന്നും ആ സമയത്ത് ഓർമ്മയുണ്ടാവില്ല. ഒരു തീപ്പൊള്ളലേക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് അറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ശ്രമിക്കണം. നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം. സ്റ്റോപ്പ്, ഡ്രോപ്പ് ആൻഡ് റോൾ. ഓക്കെ. പിന്നെ എന്ത് വേണം? തണുപ്പിക്കുക. പൊള്ളലേറ്റ ഭാഗം ഒഴുകുന്ന പൈപ്പ് വെള്ളത്തിൽ 10 മുതൽ 20 മിനിറ്റ് വരെ കാണിക്കുക. ഇത് ആഴത്തിലുള്ള കോശങ്ങൾ നശിക്കുന്നത് തടയും. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെ നമ്മളൊന്ന് തണുപ്പിക്കുക. അപ്പോൾ ആഴത്തിലുള്ള കോശങ്ങൾ നശിക്കുന്നത് ഒരു പരിധിവരെ തടയാൻ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നമുക്ക് കഴിയും. ഓക്കെ. ആഭരണങ്ങൾ മാറ്റുക. അതായത് ശരീരത്തിൽ വീക്കം, നമ്മൾ അവിടെ കുമിളകളോ വീക്കം എല്ലാം വരുന്നതിന് മുമ്പ് വള, മോതിരം, വാച്ച്, ടൈ ഇതൊക്കെ ഒന്ന് ഊരി മാറ്റുക. ശരീരത്തിന് വീക്കം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഊരി മാറ്റാനും. അവിടെ ഉള്ളത് കൊണ്ട് അത് ചിലപ്പോൾ ത്വക്കിലോട്ട് തുളച്ചു കയറാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ. വസ്ത്രം മാറ്റുക. ചൂട് തങ്ങി നിൽക്കുന്ന വസ്ത്രങ്ങൾ മാറ്റുക. എന്നാൽ ചർമ്മത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ മുറിവുണ്ടാക്കും. അതായത് കരിഞ്ഞ് നമ്മുടെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പാടില്ല. അല്ലാതെ ചൂട് തങ്ങി നിൽക്കുന്ന വസ്ത്രങ്ങളെല്ലാം മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ. മൂടുക. വൃത്തിയുള്ള നനഞ്ഞ തുണിയോ പ്ലാസ്റ്റിക് ഷീറ്റോ ഉപയോഗിച്ച് മുറിവിനെ അയച്ചൊന്ന് മൂടുക. മുറുക്കി കെട്ടാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് അയച്ച് മൂടുക. ഓക്കെ. ഇത്രയും ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. മുറിവിൽ നിന്നും രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും അതിന് കടും ചുവപ്പ് നിറവുമാണെങ്കിൽ ഏത് തരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? അത് ഏത് തരം രക്തസ്രാവത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? സിരകൾ മുറിഞ്ഞുള്ളത്, സൂക്ഷ്മ രക്തക്കുഴലിൽ നിന്നുള്ള രക്തസ്രാവം, ധമനികളിൽ നിന്നുള്ള രക്തസ്രാവം. ധമനികളിൽ നിന്നുള്ള രക്തസ്രാവമാണ് ഉത്തരം. സി ആണ് ഉത്തരം. സി. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ധമനികളിൽ നിന്നുള്ള രക്തസ്രാവം ആർട്ടീരിയൽ ബ്ലീഡിംഗ് ആണ്. ആർട്ടീരിയൽ ബ്ലീഡിംഗ്. ധമനികളിൽ നിന്നുള്ള രക്തസ്രാവം തെറിച്ചു ചാടുന്ന രീതിയിൽ കടും ചുവപ്പ് നിറം ഇതുണ്ടാവും. ധമനികളിൽ നിന്നുള്ള രക്തസ്രാവം വളരെ കടുപ്പ് ചുവപ്പ് നിറമായിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ, ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും അതിന് കടും ചുവപ്പ് നിറവുമാണെങ്കിൽ അത് എന്ത് രക്തസ്രാവമാണ്? ധമനികളിൽ നിന്നുള്ള രക്തസ്രാവമാണ്. ആർട്ടീരിയൽ ബ്ലീഡിംഗ് ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ആർട്ടീരിയൽ ബ്ലീഡിംഗ്. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏതാണ്? ഓക്കെ, രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി. ഓക്കെ, വലിയ അളവിലുള്ള രക്തസ്രാവം ഉണ്ടാകുന്ന സമയത്താണ് ചോദിച്ചിരിക്കുന്നത്. ആന്റിസെപ്റ്റിക് ലോഷൻ പുരട്ടുക, ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകൾ തുടർച്ചയായി മർദ്ദം ചെലുത്തുക, മുറിവ് കഴുകി വൃത്തിയാക്കി തുണി ഉപയോഗിച്ച് പൊതിയുക. ഇതൊന്നുമല്ല. എന്താ ഉത്തരം? ബി ആണ് ഉത്തരം. ബി. ഓക്കെ, അതായത് വലിയ അളവിലുള്ള വലിയ മുറിവുകൾ ഉണ്ടായി വലിയ രക്തസ്രാവം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം? ഈ രക്തസ്രാവം ഉണ്ടാകുന്ന പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. അവിടെ കൂടുതൽ നമ്മൾ അമർത്തി അവിടെ കൂടുതൽ പ്രഷർ കൊടുക്കുക. എന്തിനാ അങ്ങനെ പ്രഷർ കൊടുക്കുന്നത്? കൂടുതലായിട്ട് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകാതിരിക്കാനും ഈ ഡാമേജ് വന്ന രക്തക്കുഴലുകൾ ചേരാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അങ്ങനെ ശക്തിയായി രക്തം വലിയ അളവിൽ പുറത്തോട്ട് പോകുന്നെങ്കിൽ അവിടെ ഈ പ്രഷർ പോയിന്റിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക എന്നതാണ് ശരി, എന്നതാണ് ചെയ്യേണ്ട രീതി. ഓക്കെ. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏതാണ്? ചെയ്യരുതാത്തത്. ഓക്കെ, പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന നിശ്ചയിക്കണം. സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തണം. ശരിയാണ്. അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം. മുൻഗണന നിശ്ചയിക്കണം. ശരിയാണ്. ചെയ്യരുതാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചെയ്യരുതാത്തത്, ചെയ്യാൻ പാടില്ലാത്തത്. അറിയാവുന്ന ചികിത്സ നൽകണം. അത് തെറ്റാണ്. നമ്മൾ ഡോക്ടർ ആവാൻ പാടില്ല, അതായത് ഇതറിയാം എന്ന് പറഞ്ഞ് അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ചികിത്സ ഒരു പ്രൊഫഷണൽ തന്നെ നൽകേണ്ടതാണ്. അപ്പോൾ നമ്മൾ അറിയാവുന്ന ചികിത്സ നൽകാൻ പാടില്ല. മറ്റു കാര്യങ്ങളിൽ ഉറപ്പുവരുത്തി നമ്മൾ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എ ആണ് ഉത്തരം. എ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ഏകദേശം ഈ ഒരു 3-4 വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഫയർമാൻ്റെ സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന ഫയർമാൻ ഡ്രൈവർ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് നടക്കാൻ പോകുന്ന ഫയർമാൻ എക്സാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തുനിന്ന് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഞങ്ങൾ അധികം വൈകാതെ തന്നെ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.